17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ആരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോയി കവടി നിരത്തേണ്ട ആവശ്യമില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി പിളർന്നാലും ഗംഗാനദി വറ്റിപ്പോയാലും ലോകാദരണീയനായ നേതാവ്, ഇന്നത്തെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ ദാമോദർ ദാസ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും ആരാധിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് 4/3 ഭൂരിപക്ഷത്തോടെയായിരിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. അതാണ് വർത്തമാനകാല രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അതിന്റെ പ്രിയങ്കരനായ നേതാവ് നരേന്ദ്രമോദിയെയും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു ചങ്കുറപ്പുള്ള കരളുറപ്പുള്ള ഒരു ഭരണാധികാരി ഈ രാജ്യത്തിനുണ്ടാകണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ തന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് വാഴനാരല്ല നട്ടെല്ലാണുള്ളതെന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിരവധി വട്ടം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകേണ്ടതെന്നുള്ളത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് മിതമായ ഭാഷയിൽ പറയുന്നു. ശ്രീ നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ പറ്റിയ ഒരാന്തരി കോൺഗ്രസിന്റെ തറവാട്ടിൽ പിറന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ തറവാട്ടിൽ ഒന്നും തന്നെ പിറന്നിട്ടില്ല. പറഞ്ഞാ മതി. ആരാ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ പറ്റിയ നേതാവ് പ്രതിപക്ഷ പാർട്ടികളിലുള്ളത്? പറയണം. ബെയിലിറങ്ങിയ രാഹുൽ ഗാന്ധിയാണോ? ജയിലിലുള്ള നമ്മുടെ കാലിത്തീറ്റ കുംഭകോണത്തിലെ പ്രതിയാണോ? ആരാണ്? പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും നോക്കൂ നിങ്ങൾ. ഒന്നുകിൽ ജയിലിലാണവർ, അല്ലെങ്കിൽ ബെയിലിലാണവർ. ഞാൻ വിശദീകരിക്കുന്നില്ല.